നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ മത്സരം സമനിലയായതിനു ശേഷം 3 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് വെസ്റ്റ് ഇൻഡീസിനെ ന്യൂസിലാൻഡ് 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിങ്സിൽ 205 ഓൾ ഔട്ടായപ്പോൾ ന്യൂസിലാൻഡ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 278 റൺസ് അടിച്ചിരുന്നു. രണ്ടാം ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസ് 128 ഓൾ ഔട്ടായപ്പോൾ വിജയലക്ഷ്യമായ 57 വളരെ അനായാസം ഒറ്റ വിക്കറ്റ് നഷ്ടത്തിൽ ന്യൂസിലാൻഡ് അടിച്ചെടുക്കുകയായിരുന്നു. ഇതോടുകൂടി വിജയത്തോടുകൂടി അവർ WTC ടേബിളിൽ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യ വീണ്ടും താഴേക്ക് വീണ് 6-ാം സ്ഥാനത്ത് വീണിരിക്കുന്നു. ഇനി ഇവിടെ നിന്നൊരു തിരിച്ചു വരവും WTC ഫൈനലിലേക്ക് കടക്കലുമൊന്നും ഇന്ത്യക്ക് അത്ര എളുപ്പമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴുള്ള WTC അപ്ഡേറ്റഡ് ടേബിൾ നോക്കാം. ഒന്നാമതുള്ളത് ഓസ്ട്രേലിയ തന്നെയാണ്. കളിച്ച കളികളൊക്കെ വിജയിച്ച് 60 പോയിൻറ്റോടെ 100% PCTയിൽ അവർ 1-ാം സ്ഥാനത്ത് വിരാജിക്കുമ്പോൾ, രണ്ടാമത് സൗത്ത് ആഫ്രിക്ക 4 ടെസ്റ്റിൽ അവർക്ക് 36 പോയിൻറ്റുകളുണ്ട്, 75 PCTയിൽ അവർ രണ്ടാമത്. ന്യൂസിലാൻഡ് 2 ടെസ്റ്റേ കളിച്ചുള്ളൂ, 16 പോയിൻറ്റുകൾ, PCT 66.67. ശ്രീലങ്ക 2 കളി 16 പോയിൻറ്റ്, PCT 66.67. ഈ 2 ടീമും ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പാകിസ്ഥാൻ 4-മത് അല്ലെങ്കിൽ 5-മെന്ന് പറയാം, 2-3-ാം സ്ഥാനമുണ്ട്. അപ്പോൾ 5-മത് പാകിസ്ഥാൻ 2 കളി 12.50 PCT. ഇന്ത്യ 6-ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. 9 ടെസ്റ്റ് കളിച്ചു, 52 പോയിൻറ്റേ ഉള്ളൂ, 48.15 മാത്രമാണ് PCT. നമ്മുടെ ടീം 6-മതാണ്. ഇംഗ്ലണ്ട് 7-ാം സ്ഥാനത്ത് 7 ടെസ്റ്റുകൾ 26 പോയിൻറ്റ്, 30.95 PCT. 8-ാം സ്ഥാനത്ത് ബംഗ്ലാദേശ് 2 ടെസ്റ്റുകൾ 4 പോയിൻറ്റ്, 16.67 PCT. 9 വെസ്റ്റ് ഇൻഡീസ് 7 ടെസ്റ്റ് 4 പോയിൻറ്റ്, 4.76 PCT. അപ്പോൾ ഇതിൽ നോക്കുക, ഇന്ത്യ 6-ാം സ്ഥാനത്താണ്. ഇവിടെ നിന്ന് ഒരു 2-ാം സ്ഥാനമെങ്കിലും പിടിച്ചെങ്കിൽ മാത്രമേ WTC ഫൈനലിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ വളരെ വളരെ ദുഷ്കരമാണ് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.